ഒരു പോയിന്റ്, അതായത് നമുക്ക് ഇപ്പൊ ഇത്രയും ചേർന്ന് കിടക്കുന്ന സമയത്ത്, റൈറ്റ് സൈഡ് ചേർന്ന് കിടക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ അത്രയും ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് നമ്മൾ കൂടുതലായിട്ട് ഒടിച്ചാലാണ് വരുള്ളൂ. അപ്പൊ ഈ ഒരു ഗ്യാപ്പ് വരുന്നത് നമ്മൾ ഒടിച്ചാൽ എന്ത് സംഭവിക്കും? ഈ റൈറ്റ് സൈഡ് തട്ടും. അതിനുവേണ്ടി നമ്മളിപ്പോൾ ഈ സൈഡ് ചേർന്ന് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ ലെഫ്റ്റ് സൈഡോട് ചേർത്ത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡ് നമുക്ക് തട്ടാതെ തന്നെ എന്ത് ചെയ്യും? ഇതേപോലെ തന്നെ നമുക്ക് ആ പോയിന്റ് അനുസരിച്ച് കൃത്യമായിട്ട് നമുക്ക് ചേർത്ത് എടുക്കാൻ കഴിയും. അപ്പൊ നമുക്ക് വന്നതിന് ശേഷം ഇപ്പൊ നമുക്കിപ്പോൾ ലെഫ്റ്റ് സൈഡിലോട്ട് ചേർത്തു, ലെഫ്റ്റ് സൈഡിലോട്ട് ചേർത്ത് ഇങ്ങനെ ലെഫ്റ്റ് സൈഡ് വന്നതിന് ശേഷം നമുക്ക് കാണുന്നില്ല, വീണ്ടും ഇങ്ങനെ പോയി അങ്ങോട്ട് പോകും, ആ ലെഫ്റ്റോട്ട് തന്നെ അങ്ങ് പോകും, കണ്ടില്ലേ? അപ്പൊ നമുക്ക് ആ ലൈൻ കാണുന്ന സമയത്ത്, അതായത് ഇതുണ്ടല്ലേ, ഇപ്പൊ നമുക്കിപ്പം ഈ ഒരു ലൈൻ കണ്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ്. പ്രത്യേകിച്ച് ഒരു വാഹനം മുൻപോട്ട് എല്ലാവരും ഓടിക്കുന്നത്, റിവേഴ്സ് എന്താന്ന് പറഞ്ഞാൽ പേടിയാണ് പലർക്കും. എന്താണ് ചെയ്യേണ്ടത്, എങ്ങോട്ട് തിരിക്കണം എന്ന് കൃത്യമായ ഒരു ഐഡിയ ഇല്ല. ലെഫ്റ്റോട്ട് തിരിക്കണോ, റൈറ്റോട്ട് തിരിക്കണോ, പിന്നെന്താണ് നേരെ വണ്ടി എപ്പോൾ വരുമ്പോൾ സ്ട്രെയിറ്റ് ആക്കണം, ഇത് പ്രത്യേക ധാരണയില്ല. അപ്പൊ അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ട നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകും. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, അത് യൂട്യൂബ് വഴിയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ പുതിയതായിട്ട് ഫേസ്ബുക്കും ഇൻസ്റ്റയും തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ അതുവഴിയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് കിടക്കുന്ന ഒരു കാര്യം കൂടി, നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട്, വാഹനമുണ്ട്, വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പേടിയാണ്. അങ്ങനെയുള്ളവരാണ് എന്നെ കോൺടാക്ട് ചെയ്താൽ, നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. പലരും നമ്മളെ മടിപ്പിക്കും, ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, ലൈസൻസ് ചെയ്യണമെന്നുള്ള പ്രാക്ടീസിന് പോയതല്ലേ, പ്രായം കൊണ്ടാണ് നിർത്തിക്കുമെന്നും പറഞ്ഞു. നമ്മുടെ ചുറ്റിനും നോക്കിയാൽ തന്നെ അറിയാം, 70-80 വയസ്സുള്ള അപ്പച്ചന്മാർ പോലും വാഹനം ഓടിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ലൈസൻസും കൈവച്ച് വാഹനം വിടേണ്ട എന്തുകൊണ്ട് പേടിച്ചിരിക്കുന്നു? ഞാൻ പഠിച്ചതാണെന്നും പറഞ്ഞു. നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? എന്റെ ജില്ല ഏതാണ് കരുതണ്ട, നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകും. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അതായത് നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞു തരാം. അതായത് നമ്മളിപ്പോൾ ഈ വാഹനം ഇവിടെ കിടക്കുന്നു, നമ്മൾ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന സമയത്ത് നമുക്കിപ്പോൾ റൈറ്റ് സൈഡ് ചേർന്ന് വരണം. അപ്പൊ നിങ്ങൾ റൈറ്റ് സൈഡ് ചേർന്ന് വരണമെങ്കിൽ നിങ്ങൾ ലെഫ്റ്റ് സൈഡിലെ മിററിൽ നോക്കിയാൽ നമുക്ക് റൈറ്റ് സൈഡ് ചേരത്തില്ല. നമുക്ക് റൈറ്റ് സൈഡിലെ മിററിൽ നോക്കിയാൽ റൈറ്റ് സൈഡ് ചേർന്നാണോ ഗ്യാപ്പ് ആണോ എന്ന് അറിയത്തുള്ളൂ. അപ്പൊ നമ്മൾ റൈറ്റ് സൈഡിലെ മിററിൽ നോക്കുന്ന സമയത്ത് നമുക്ക് ഗ്യാപ്പ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഭാഗത്തേക്ക് തന്നെ തിരിച്ചു കൊടുത്താലേ ഗ്യാപ്പ് നമുക്ക് കൃത്യമായിട്ട് ഫില്ല് ചെയ്യാൻ കഴിയത്തുള്ളൂ. അതായത് നമുക്ക് ഇപ്പൊ ഈ ഒരു ഗ്യാപ്പിൽ കിടക്കുകയാണെങ്കിൽ നമുക്കിപ്പോ റൈറ്റ് സൈഡിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ, ഞാൻ തിരിഞ്ഞിരിക്കാം, റൈറ്റ് സൈഡിലേക്ക് നമുക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ റൈറ്റ് സൈഡിലെ മിററിൽ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? റൈറ്റിലോട്ട് തന്നെ തിരിക്കുക. എന്നാൽ മാത്രമേ നമ്മുടെ ബാക്കി ഭാഗം ഇങ്ങോട്ട് വരുള്ളൂ. അതേ സമയത്ത് നമ്മളിപ്പോ ഇവിടെ കിടക്കുന്ന സമയത്ത് നമുക്ക് ലെഫ്റ്റിലേക്കാണ് വരേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഇവിടെ ഇരിക്കുന്നു, റൈറ്റ് സൈഡിലെ മിററിൽ നോക്കിയാൽ നമുക്ക് ലെഫ്റ്റ് സൈഡ് ചേരുന്നോ ഇല്ലെന്ന് നമുക്കറിയാൻ കഴിയത്തില്ല. അപ്പൊ നമ്മൾ ലെഫ്റ്റ് സൈഡിലെ മിററിൽ നോക്കും, നമ്മൾ ഏത് സൈഡാണോ ചേർന്ന് പോകാൻ ഉദ്ദേശിക്കുന്നത്, നമുക്ക് ലെഫ്റ്റ് ചേർന്ന് പോകേണ്ടതുണ്ടാകാം, റൈറ്റ് ചേർന്ന് പോകേണ്ടതുണ്ടാകാം. അപ്പൊ ഏത് സൈഡാണോ ചേർന്ന് പോകാൻ ഉദ്ദേശിക്കുന്നത് ആ മിററിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നോക്കുവാൻ വേണ്ടിയില്ല. കൃത്യമായിട്ട് നമുക്ക് ഒരു മിററിൽ നോക്കി ഒരു റിവേഴ്സ് എടുക്കാൻ പഠിച്ചാൽ നമുക്ക് എവിടെയും മുൻപോട്ട് ഓടിക്കുന്ന പോലെ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു റിവേഴ്സ് എടുക്കാൻ പറ്റും. പലർക്കും വണ്ടി 10 വർഷം കൊണ്ട് 15 വർഷം കൊണ്ട് വണ്ടി ഓടിക്കുന്നവർക്ക് പോലും പേടി എന്താ, റിവേഴ്സ് എടുക്കാനാണ്. കൃത്യമായിട്ട് എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്താൽ കൃത്യമായിട്ട് എടുക്കാനെന്ന് ഒരു ഐഡിയ കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ടാണ് അവർക്ക് ആ പേടി. എന്നാൽ നമുക്ക് മുൻപോട്ട് ഓടിക്കുന്നതിനേക്കാളും ഈസി ആയിട്ടും എളുപ്പത്തിലും പഠിക്കാവുന്ന ഒരു കേസാണ് എന്ത്, റിവേഴ്സ് എന്ന് പറയുന്നത്. അത് നമ്മൾ കൃത്യമായിട്ട് എന്താണ് ചെയ്യേണ്ടത്, എവിടെയാണ് നമ്മൾ നോക്കേണ്ടത്, എന്തൊക്കെ ചെയ്യണമെന്ന് കൃത്യമായിട്ട് നമുക്ക് അറിയാത്തതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, പലരും ഡ്രൈവിംഗ് സീറ്റ് ഇരുന്ന് റിവേഴ്സ് എടുക്കുന്നുണ്ട്, ഇങ്ങനെ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ നമ്മളിപ്പോ നമുക്ക് മുൻപോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ തലയാട്ടിയാൽ നമുക്ക് പോകുകയില്ല. എന്നാൽ നമ്മൾ റിവേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ അറിയാം ഓപ്പോസിറ്റ് എന്നാണ്. റിവേഴ്സ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ മുൻപോട്ട് പോകുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇരുന്ന് ഓടിക്കുന്നില്ല, എങ്ങോട്ട് അല്ല, അതുപോലെ തന്നെ ഇങ്ങോട്ട് ഇരുന്ന് ഓടിക്കുന്നില്ല. എന്നാൽ റിവേഴ്സ് എടുക്കുമ്പോൾ പലരും എന്താ ചെയ്യുന്നത്, ഒന്നി ഇങ്ങനെ മുൻപോട്ട് നോക്കിയിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ സൈഡും നോക്കിയിരിക്കും. നമുക്ക് ഈ വണ്ടി ബാക്കിലോട്ട് പോകേണ്ട വണ്ടി ബാക്കിലോട്ട് പോവോ ഇല്ല. അപ്പൊ കൃത്യമായിട്ട് നമ്മളിപ്പോ എവിടെ നോക്കിയാലേ നമുക്ക് ബാക്ക് കാണാൻ കഴിയത്തുള്ളൂ, മിററിൽ നോക്കിയാലേ നമുക്ക് ബാക്ക് കാണുകയുള്ളൂ. അപ്പൊ നമ്മുടെ മിററിൽ നിന്ന് കണ്ണ് പോയാൽ കയ്യിൽ നിന്ന് വണ്ടി പോയി എന്നർത്ഥം. അപ്പൊ എത്ര പേര് റിവേഴ്സ് എടുക്കുന്ന സമയത്ത് വരുന്ന പോയിന്റിൽ വരെ എപ്പോ വരെ മിററിൽ നോക്കിയിരിക്കുന്നുണ്ട്. അപ്പൊ എവിടെ വരെ നോക്കിയിരിക്കണം, നമുക്ക് എത്തേണ്ട സ്ഥാനത്ത് വരുന്നിടം വരെ നമ്മൾ എവിടെ തന്നെ നോക്കിയിരിക്കണം, മിററിൽ തന്നെ നോക്കിയിരുന്നാലേ കൃത്യസ്ഥാനത്ത് വരാൻ കഴിയുള്ളൂ. അപ്പൊ എത്രത്തോളം നമ്മൾ റിവേഴ്സ് ഗിയർ കൊടുത്തു, എത്രത്തോളം നമ്മുടെ കണ്ണ് മിററിൽ ഇരിക്കുന്നുണ്ട്. ഇപ്പൊ ഈ വീഡിയോ കാണുന്ന 99% ആൾക്കാർക്കും അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ കണ്ണ് മാറുന്നതുകൊണ്ടാണ് നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടി പോകാനും കാരണം, മിററിൽ നിന്ന് കണ്ണ് പോയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടി പോകാനും കാരണം. അപ്പൊ നമ്മൾ റിവേഴ്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ മുൻപോട്ട് ഓടിക്കുമ്പോൾ, നമ്മൾ ഫസ്റ്റ് ഗിയർ ഇട്ടോ അല്ലെങ്കിൽ സെക്കൻഡ് ഗിയർ ഇട്ടോ മുൻപോട്ട് ഓടിക്കുന്നെങ്കിൽ നമ്മുടെ കണ്ണ് മുൻപിൽ ഇരുന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ,
കൃത്യമായിട്ട് ഓടിക്കാൻ കഴിയത്തുള്ളൂ. നമുക്ക് കണ്ണടച്ചാലോ അല്ലെങ്കിൽ നമ്മുടെ സൈഡിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാലോ നമുക്ക് മുന്നോട്ട് പോകേണ്ട വണ്ടി പോകില്ല. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് മിററിൽ ആകെ നമുക്ക് ചെറിയ ആ മിററിൽ നോക്കിയാലേ എന്തെങ്കിലും, കാരണം നമ്മുടെ വണ്ടി തട്ടണം എന്നുണ്ടെങ്കിലും ആദ്യം തട്ടുന്ന ഫ്രണ്ടാണോ ബായ്ക്കാണോ റിവേഴ്സ് എടുക്കുമ്പോൾ നമ്മുടെ ബായ്ക്കാണ് ആദ്യം തട്ടുക. അപ്പൊ നമ്മുടെ കണ്ണ് എവിടെ ഇരുന്നാലേ കൃത്യമായിട്ട് നമുക്ക് തട്ടുവോ ഇല്ലെന്ന് അറിയത്തുള്ളൂ. മിററിൽ കറക്റ്റ് ആയിട്ട് ഇരുന്നത്. അപ്പൊ നമ്മുടെ കണ്ണ് മിററിലൂടെ പോയാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പൊ നമുക്ക് എവിടെയാണോ ചെന്നെത്തേണ്ട അവിടം വരെ നമ്മുടെ കണ്ണ് എവിടെ ഇരിക്കണം? മിററിൽ തന്നെ ഇരിക്കണം. ഇപ്പൊ ഉദാഹരണത്തിന് നമുക്ക് ഇവിടെ ഒരു വാഹനം കിടക്കുന്ന സമയത്ത് നമുക്ക് ലെഫ്റ്റ് സൈഡ് ചേർന്ന്, ഞാനിപ്പോ തിരിഞ്ഞു നിൽക്കുകയാണ്, ലെഫ്റ്റ് സൈഡ് ചേർത്ത് നടക്കണം. നമ്മൾ ലെഫ്റ്റ് സൈഡിലെ മിററിൽ നോക്കുന്നു. ലെഫ്റ്റ് സൈഡിലോട്ട് അടുപ്പിക്കാനാണെങ്കിൽ എങ്ങോട്ട് തിരിക്കണം? ലെഫ്റ്റ് സൈഡിലോട്ട് തന്നെ തിരിക്കുക. കണ്ട, എന്നാൽ മാത്രമേ നമ്മുടെ വണ്ടി ഏത് ഭാഗത്തേക്ക് ബാക്കി വരത്തുള്ളൂ? ഈ ലെഫ്റ്റ് സൈഡിലോട്ട് വണ്ടി വരുള്ളൂ. അപ്പൊ ഈ ഒരു രീതി ഞാനൊരു ഐഡിയ പറഞ്ഞതേ ഉള്ളൂ. ഞാനിപ്പോ അവിടെ വണ്ടി കിടക്കും, ഞാൻ എടുത്ത് കാണിച്ചു തരാം. എനിക്കിപ്പം ഈ വണ്ടിയെ ഞാൻ റൈറ്റ് സൈഡിലോട്ട് ചേർത്ത് കൊടുക്കണം. റൈറ്റ് സൈഡിലോട്ട് കിടക്കുന്നത് നമ്മൾ സ്ട്രൈറ്റ് സീറ്റ് ഇരുന്നുകൊണ്ട് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഗിയറൊക്കെ നമ്മൾ റിവേഴ്സ് കൃത്യമായിട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ കണ്ണ് മിററിലിരിക്കുക. മിററിൽ നിന്ന് റിവേഴ്സ് ഗിയർ കൊടുത്തിട്ട് നമ്മൾ എങ്ങോട്ട് തിരിക്കണം? റൈറ്റ് സൈഡിലോട്ട് തിരിക്കണം. കണ്ട, ഞാൻ റൈറ്റ് സൈഡിലോട്ടാണ് തിരിച്ചത്. റൈറ്റ് സൈഡിലോട്ട് ഞാൻ റിവേഴ്സ് കൊടുത്തു. കണ്ട, ബാക്കി ഭാഗം ഇങ്ങോട്ട് വരുന്നുണ്ട്, റൈറ്റ് സൈഡിലോട്ട് വരുന്നുണ്ട്. റൈറ്റ് സൈഡിലോട്ട് വരുന്ന നമുക്ക് എത്രത്തോളം ചേർക്കണം, നമുക്ക് ബാക്കിലുള്ള ലൈൻ വ്യൂ കിട്ടണം. അത് കാണുന്നതനുസരിച്ച്, കാണാതിരുന്ന് കഴിഞ്ഞാൽ പിന്നെ വണ്ടി എങ്ങോട്ട് പോകും? ഇങ്ങനെ അങ്ങ് പോകും. അപ്പൊ നമുക്ക് ചേർക്കാൻ എത്രത്തോളം നമുക്ക് ചേർക്കണോ അത്രത്തോളം ചേർത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ലൈൻ കറക്റ്റ് ആയിട്ട് വരണം. അത്രയും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ വെച്ച് എന്ത് ചെയ്യാം? വീൽ സ്ട്രൈറ്റ് ആക്കി വരിക. അപ്പൊ നമ്മൾ ആ ലൈനിൽ കൂടെ തന്നെ എന്ത് ചെയ്യാം? ചേർന്ന് ഇതുപോലെ തന്നെ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ബാക്ക് കറക്റ്റ് ആയിട്ട് എടുക്കാൻ കഴിയും. കണ്ടില്ലേ? എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ ലെഫ്റ്റ് സൈഡ് ചേരണം. നമുക്കിപ്പോ ഈ സൈഡ് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ലെഫ്റ്റ് സൈഡിൽ ഇപ്പൊ ചേർക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഇവിടെ ഗ്യാപ്പ് കുറവാണ്. നമ്മളിപ്പോ റൈറ്റ് സൈഡ് ചേർന്ന് കിടക്കുകയാണ്. ഈ റൈറ്റ് സൈഡ് ചേർന്ന് കിടക്കുന്നത് കൊണ്ട് നമുക്ക് ഇപ്പൊ ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് ചേർക്കണമെങ്കിൽ നമുക്ക് തന്നെ അറിയാം ലെഫ്റ്റിലോട്ട് ഓടിച്ചാലേ വരത്തുള്ളൂ. പക്ഷെങ്കിൽ ഈ ഒരു പോയിന്റ്, അതായത് നമുക്കിപ്പോ ഇത്രയും ചേർന്ന് കിടക്കുന്ന സമയത്ത്, റൈറ്റ് സൈഡ് ചേർന്ന് കിടക്കുന്ന സമയത്ത് നമ്മളിപ്പം അത്രയും ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് നമ്മൾ കൂടുതലായിട്ട് എന്ത് ചെയ്യണം? ഓടിച്ചാലേ അവിടെ വരുള്ളൂ. അപ്പൊ ഈ ഒരു ഗ്യാപ്പ് വരുന്നത് നമ്മൾ ഓടിച്ചാൽ എന്ത് സംഭവിക്കും? ഈ റൈറ്റ് സൈഡ് എന്ത് തട്ടും. അതിനുവേണ്ടി നമ്മളിപ്പോ ഈ സൈഡ് ചേർന്ന് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മുടെ വണ്ടി ഫസ്റ്റ് ഗിയർ കൊടുത്തതിന് ശേഷം മുൻപോട്ടാക്കി കൊടുക്കുക. മുൻപോട്ട് നമുക്ക് സ്വല്പം നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് വണ്ടിയുടെ ഫ്രണ്ടിനെ കൊണ്ടുപോയി ഒന്ന് ബാക്കിലേക്ക് ആക്കി കൊടുക്കുക. കണ്ട, ഈ ഒരു രീതി. അപ്പൊ നമുക്ക് ഇവിടെ നമുക്ക് ചേർക്കണം. ഇവിടെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് കിടക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യാം? അങ്ങോട്ട് ചെയ്യാം. അതേ സമയത്ത് നമുക്ക് ഇവിടെ ചേർന്നാണ് കിടക്കുന്നത്, നമുക്ക് അവിടെ ലെഫ്റ്റ് സൈഡ് ഗ്യാപ്പ് ഉണ്ട്. അവിടുന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യരുത്? റിവേഴ്സ് ഗിയർ എനിക്ക് ലെഫ്റ്റോട്ടാണ് വരേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ലെഫ്റ്റിലോട്ട് എന്ത് ചെയ്യരുത്? ഒടിച്ച് വെക്കരുത്. നമ്മൾ ഇവിടോട്ടാക്കി അതിനുശേഷം നമ്മൾ വീണ്ടും എന്ത് ചെയ്യാം? അപ്പൊ നമുക്ക് ഇവിടെ ഗ്യാപ്പ് കിട്ടി. നമ്മൾ ഇനി നമ്മൾ ലെഫ്റ്റ് സൈഡോട്ട് ചേർത്ത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡ് നമുക്ക് തട്ടാതെ തന്നെ എന്ത് ചെയ്യാം? ഇതേപോലെ തന്നെ നമുക്ക് ആ പോയിന്റ് അനുസരിച്ച് കൃത്യമായിട്ട് നമുക്ക് ചേർത്ത് എടുക്കാൻ കഴിയും. അപ്പൊ നമുക്ക് വന്നതിന് ശേഷം ഇപ്പൊ നമുക്കിപ്പോ ലെഫ്റ്റ് സൈഡിലോട്ട് ചേർത്തു, ലെഫ്റ്റ് സൈഡിലോട്ട് ചേർത്ത് ഇങ്ങനെ ലെഫ്റ്റ് സൈഡ് വന്നതിന് ശേഷം നമുക്ക് കാണുന്നില്ല. വീണ്ടും ഇങ്ങനെ പോയി എങ്ങോട്ട് പോകും? ആ ലെഫ്റ്റോട്ട് തന്നെ അങ്ങ് പോകും. കണ്ടില്ലേ? അപ്പൊ നമുക്ക് ആ ലൈൻ കാണുന്ന സമയത്ത്, അതായത് ഇത് കണ്ടില്ലേ? ഇപ്പൊ നമുക്കിപ്പം ഈ ഒരു ലൈൻ കണ്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? വീല് സ്ട്രെയിറ്റ് ആക്കി വിട്ടാൽ മാത്രമേ എന്ത് ചെയ്തുള്ളൂ? ലെഫ്റ്റ് സൈഡിലോട്ട് അധികം കയറി പോകുക. അത് കൃത്യമായിട്ട് ലൈനിൽ കൂടെ തന്നെ ഇതുപോലെ നമുക്ക് എടുക്കാൻ കഴിയത്തുള്ളൂ. കാണിച്ചു തന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് നമുക്കിപ്പം റിവേഴ്സ് ഇട്ടതിന് ശേഷം നമുക്ക് ലെഫ്റ്റിലോട്ടാണ് ചേർന്ന് പോകണമെങ്കിൽ ലെഫ്റ്റ് സൈഡിലെ മിററിൽ നോക്കി ലെഫ്റ്റിലോട്ട് ചേർത്ത് കൊടുക്കുക. കണ്ടില്ലേ? ഇപ്പൊ ഈ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന സമയത്ത് നമുക്ക് റൈറ്റ് സൈഡിലോട്ടാണ് ചേർന്ന് പോകണമെങ്കിൽ ലെഫ്റ്റ് സൈഡ് ചേർന്ന് കിടക്കുമ്പോൾ നിങ്ങൾ റൈറ്റ് സൈഡ് ഗ്യാപ്പ് ഉള്ളപ്പോൾ എന്ത് ചെയ്യരുത്? ഫുൾ ഒടിക്കരുത്. എങ്ങോട്ട് പോകും? ഫ്രണ്ട് നമുക്ക് ലെഫ്റ്റ് സൈഡ് പോയി തട്ടും. കണ്ടില്ലേ? അങ്ങനെ കിടക്കുന്ന സമയത്ത് നമുക്ക് റൈറ്റ് സൈഡിലോട്ട് ചേർന്ന് പോകണം. നമുക്ക് ലെഫ്റ്റ് സൈഡ് ഗ്യാപ്പ് ഇല്ല, റൈറ്റ് സൈഡ് ചേരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് ഫ്രണ്ടിലോട്ട് എടുക്കുക. അതിനുശേഷം റിവേഴ്സ് ഗിയർ കൊടുക്കുക. എന്ത് ചെയ്യാം? അത് നമ്മൾ റൈറ്റ് സൈഡിലോട്ട് ചേർത്ത് കൊടുക്കുക. റൈറ്റ് സൈഡിലോട്ട് വരുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുക? വീല് സ്ട്രെയിറ്റ് ആക്കി കൊടുത്താൽ ഇതേപോലെ തന്നെ സ്ഥലത്ത് മിററിൽ നോക്കി കൃത്യമായിട്ട് എന്ത് ചെയ്യാം? റിവേഴ്സ് എടുക്കാൻ കഴിയുന്നതാണ്. കാണിച്ചു തന്നതും പറഞ്ഞതൊക്കെ മനസ്സിലായി. പക്ഷെ തനിയെ ചെയ്യുന്ന സമയത്ത് ഒരു ഐഡിയ കിട്ടുന്നില്ല. വാഹനം ഓടിക്കണം അതിന് ആഗ്രഹമുള്ള എന്നെ കോൺടാക്ട് ചെയ്യാം. അതുപോലെ ഇന്ന പോലെ ഒരു വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചാലും ഞാൻ ചെയ്യുന്നതായിരിക്കും. ഞാൻ തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് ആണ്. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ജോ ഡ്രൈവിംഗ് എന്ന ചാനലിൽ വന്നിട്ട് നിങ്ങൾക്ക് ഡ്രൈവിംഗ് സംബന്ധമായിട്ട് എന്ത് സംശയങ്ങളും ചോദിക്കാമെന്നാണ്. നിങ്ങൾ കളിയാക്കത്തില്ല. എന്ത് സംശയങ്ങളും ചോദിക്കാം. നിങ്ങൾക്ക് എന്തൊരു യൂസ്ഫുൾ ആയെന്നുള്ളത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. നല്ലൊരു ടോപ്പിക്കിന് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.